Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗെയിമിങ്ങിനായിട്ടുള്ള ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ്. അത് ASUSന്റെ ROG Phone 5s. അപ്പോൾ ASUSന്റെ ROG സീരീസ് സ്മാർട്ട് ഫോൺസ് ഏറ്റവും മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. അതിനകത്ത് ഗെയിമിങ്ങിനായി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർമറി ക്രിയേറ്റ് ഉണ്ട്, എയർ ട്രിഗേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കൂളിംഗ് ടെക്നോളജി, അഡ്വാൻസ് കൂളിംഗ് ടെക്നോളജി, അങ്ങനെ ഒരുപാടുണ്ട്. അതേപോലെ ഹയർ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയാണ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റിയും AMOLED, ഒരു കസ്റ്റം AMOLED ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു ഫോണാണ് ASUSന്റെ ROG ഫോൺ. അപ്പോൾ ROG Phone 5 കഴിഞ്ഞ വർഷം ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്നത് ROG Phone 5s. അപ്പോൾ ഈ 5ഉം 5s തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ വളരെ മിനിമൽ ഡിഫറൻസേ ഉള്ളൂ. ഒന്ന് ക്വാൾകമ്മിൻ്റെ 888 പകരം 88+ ആണ് വരുന്നത്. ഇതൊരു പുതിയ ചിപ്സെറ്റ് ആക്ച്വലി കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്, എങ്കിലും അപ്ഗ്രേഡാണ്. 888 88+ക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് 360 Hz ആക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഇത് ലേറ്റൻസിയും വളരെയധികം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 3 മേജർ ചേഞ്ചസ് ആണ് വരുന്നത്. ബാക്കി കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. അതേ ഡിസ്പ്ലേയും കാര്യമായ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോഫ്റ്റ്വെയർ ആസ്പെക്റ്റിലാണെങ്കിലും വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ASUS ROG Phone 5sന്റെ അൺബോക്സിങ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ വിശേഷങ്ങളും ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ROG Phone 5sന്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ROG Phone 5sന്റെ ബോക്സ് പാക്കേജ്. കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. ബോക്സ് പാക്കേജിങ് ക്വൈറ്റ് സിമിലർ ആണ്. ഇവിടെ ROG Phone 5s എഴുതിയത് കാണാം. സ്നാപ്ഡ്രാഗൺ 888+ ചിപ്പ്, അതാണ് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയാവുന്നത്. പിന്നെ ROG Phone 5s സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് പാനലിൽ നമുക്ക് കാണാം ബ്ലാക്ക് കളറാണ് വരുന്നത്. 5G ഡ്യുവൽ സിം ആണ്. 888+, 8GB റാം, 128GB സ്റ്റോറേജ് ആണ്. പിന്നെ ബമ്പർ കേസ് ഇൻക്ലൂഡഡ് ആണ്. 24 MP സെൽഫി ക്യാമറ, 64 MP റിയർ ക്യാമറയുടെ 6.78 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേറൊരു സ്മോൾ ബോക്സ് ആണ്. അപ്പോൾ ഫോർ ദോസ് ഹു ഡെയർ എന്ന് പറഞ്ഞൊരു എഴുതിയത് കാണാം. നമുക്കിത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ഒരു സിം ഇജക്റ്റ് പിന്നാണ്. സിം ഇജക്റ്റ് പിൻ്റെ ഡിസൈൻ പോലും ROG ഇൻസ്പയർഡ് ആണ്. ഇനി നമുക്കിതിനകത്ത് കിട്ടുന്നത് ഒരു കേസാണ്. അതേപോലെ തന്നെ ഇത് മോഡൽ നമ്പറും കുറച്ച് സ്റ്റിക്കേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ROGൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു കേസാണ്, കേസും കൂടെ കാണാം. ഇത് നമ്മൾക്ക് ROG Phone 5 പോലെ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലാസ്റ്റിക് കേസാണ്, പോളികാർബണേറ്റ് കേസാണ്. അതേപോലെ കണ്ടില്ല, നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് വരുന്നുണ്ട്. ROG ഒരു മാറ്റ് ഫിനിഷാണ്. പിന്നെ കട്ടിങ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ROGൻ്റെ കട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു കേസാണ്, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പിന്നെ വരുന്ന ഫോണാണ്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. ഫോൺ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി എന്താ കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് വിശദമായി വരാം. അപ്പോൾ ബാക്കി വരുന്നത് ഒരു USB Type-C കേബിളാണ്. ഒരു നല്ലൊരു ബെയ്ഡഡ് കേബിളാണ്, കാരണം ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. USB Type-C to Type-C കേബിളാണ് വരുന്നത്. പിന്നെ ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്ററും കണ്ടില്ല, Type-C അഡാപ്റ്ററാണ്. ഇത് 30 watt അഡാപ്റ്ററാണ്. പക്ഷേ ഈ ഫോൺ 65 watt ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ബണ്ടിൽ ചാർജർ 30 wattേ ഉള്ളൂ. പ്രോബ്ലി ഒരു കോസ്റ്റ് കട്ടിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രൈസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു ചെറിയ കോസ്റ്റ് കട്ടിങ് ചെയ്തതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു അഡീഷണൽ ഇതിൻ്റെ എന്താ പറയുക, ഫോണിൻ്റെ ഓപ്പണിങ്സിനുള്ള ഇതാണ്, കവറാണ്. അത് എക്സ്ട്രാ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇൻ കേസ് നിങ്ങൾ മിസ്സായി പോവുകയാണെങ്കിൽ ഉള്ളൊരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 6.78 ഇഞ്ചസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സാംസങ് ആയിട്ട് ടൈപ്പിൽ ഉണ്ടാക്കിയ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ സാംസങ്ങും ASUSും കൂടെ പാർട്ട്ണർ ചെയ്ത് ROGക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിസ്പ്ലേ ആണ്. 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും 144 Hz റിഫ്രഷ് റേറ്റുമാണ് വരുന്നത്. അതേപോലെ DCI P3 കളർ ഗ്യാമറ്റ് 111%. അതേപോലെ തന്നെ sRGB അറൗണ്ട് 150 ആണ് sRGB വാല്യൂസ് വരുന്നത്. അപ്പോൾ ഒരു നല്ല ഒരു കസ്റ്റമൈസ് ഡിസ്പ്ലേ ആണ്. ആവറേജ് ബ്രൈറ്റ്നസ് പറഞ്ഞാൽ 800 nits ആണ്. അതേപോലെ പീക്ക് ബ്രൈറ്റ്നസ് പറഞ്ഞാൽ 1200 വരെ പോകും. അപ്പോൾ ഒരു കിടിലം ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാം. എല്ലാം കൊണ്ടും തന്നെ ഗെയിമേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കസ്റ്റമൈസ്ഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ല ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഓപ്ഷൻസ് കാണാം. ഇവിടെ ഓട്ടോ റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. 145 Hz ഉണ്ട്, 120 Hz ഉണ്ട്, 60 Hz ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റിഫ്രഷ് റേറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാ അഡീഷണൽ ഓപ്ഷൻസും ഇതിനകത്ത് കാണാം. കളർ സ്ക്രീമൊക്കെ സെറ്റ് ചെയ്യാം. അതേപോലെ വാൾപേപ്പർ, ഡാർക്ക് മോഡ്, അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്, ആപ്പ് സ്കെയിലിംഗ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക്
പഞ്ച് ഹോൾ സെൽഫി ക്യാമറയോ അല്ലെങ്കിൽ ഡ്രോപ്പ് നോച്ചോ വരുന്നില്ല. ഇവിടെ നമുക്ക് നോർമൽ ഒരു നോച്ചാണ് വരുന്നത്. കാരണം ഇത് ഗെയിമിംഗ് ഡിവൈസ് ആയത് കാരണം ഫുൾ സ്ക്രീനാണ് നമുക്ക് എക്സ്പീരിയൻസ്. അതിന് മുകളിൽ ഒരു 24 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കാണാം. താഴത്തെ മേലെയും ഒരു ബെസൽസ് ഉണ്ട്. അത് ഗെയിമിംഗ് സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ സ്ക്രീനാണ് വരുന്നത് നമുക്ക്. അപ്പോൾ ലാർജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയറും അതേപോലെ തന്നെ അതിന് വേണ്ട പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ബാക്കിൽ നമുക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ കാര്യമായ ഡിസൈൻ ചേഞ്ചസ് ഒന്നുമില്ല ഇതിനകത്ത്. കാരണം ഇവിടെ ROGൻ്റെ ലോഗോ ഉണ്ട്. ഇത് ഇലിമിനേറ്റഡ് ലോഗോ ആണ്, ലൈറ്റ് വരുന്ന ലോഗോ ആണ്. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക ROGൻ്റെ കുറച്ച് ബ്രാൻഡിങ് ഒക്കെ കാണാം. ക്യാമറ യൂണിറ്റ് കാണാം. ഒരു 64 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും ഒരു 13 മെഗാ പിക്സൽ അൾട്രാ വൈഡും പിന്നെ ഒരു മാക്രോ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX 686 സെൻസറാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു 24 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് വോളിയം കീസ് കാണാം, അതേപോലെ പവർ ബട്ടൺ കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് 2 എയർ ട്രിഗേഴ്സാണ്. എയർ ട്രിഗേഴ്സിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അഡീഷണൽ ഓപ്പണിംഗ് പോർട്ടാണ്. ഇത് ഈ ഗെയിമിംഗ് ഓപ്ഷൻസ് എല്ലാം ഉള്ള പോർട്ടാണ്. ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്, അതേപോലെ നമുക്ക് ആക്സസറീസ് അറ്റാച്ച് ചെയ്യാനുള്ള പോർട്ടാണ്. പിന്നെ സിം ട്രേ ഒരു ഡിഫറെൻറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനാണ്. പിന്നെ ഒരു മെറ്റൽ ചാസിയാണ്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ അല്ല. താഴെ USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. അപ്പം നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. ബാക്ക് ഗ്ലാസ് ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം ഫിനിഷാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഡോട്ട് മാട്രിക്സ് പോലത്തെ ഒരു ഡിസൈനാണ്. ഇവിടെ ലൈൻസും കാണാം. അപ്പോൾ നല്ല സ്റ്റൈലിഷ് ഫോണാണ്. ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ഫോണാണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും വളരെ മികച്ചതാണ്. അതേപോലെ നമുക്ക് ഇവിടെ എയർ ട്രിഗേഴ്സും അവൈലബിൾ ആണ്. ഇനി സോഫ്റ്റ്വെയർ സൈഡ് പറയുകയാണെങ്കിൽ ഇതിൽ Android 11 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം സിസ്റ്റം അബൌട്ട് ROG ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Android 11 ആണ് വരുന്നത്. അത് പ്രോബ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം Android 12 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, എങ്കിലും Android 11 ഇവിടെ വരുന്നുള്ളൂ. അതൊരു ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണെന്ന് പറയാം. പിന്നെ ബാക്കി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇത് ASUSൻ്റെ കസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓൾമോസ്റ്റ് സ്റ്റോക്ക് Android പോലെ തന്നെയാണ്. അപ്പോൾ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ അഡീഷണൽ ടൂൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ മൊബൈൽ മാനേജർ, ഗെയിം ജീനി, ട്വിൻ ആപ്സ്, സേഫ് ഗാർഡ്, ഒപ്റ്റിഫ്ലെക്സ്, ജെസ്റ്റേഴ്സ്, 1 ഹാൻഡഡ് മോഡ്, എയർ ട്രിഗേഴ്സ്, സ്ക്രീൻ റെക്കോർഡർ, സ്ക്രീൻഷോട്ട് ടൂള്, പോക്കറ്റ് മോഡ്, അങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി ഗെയിം കളിക്കാൻ വേണ്ടി എയർ ട്രിഗേഴ്സ്, ഈ 2 എണ്ണമാണ് എയർ ട്രിഗേഴ്സ്. അപ്പോൾ നമുക്ക് ഗെയിമിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ നമുക്കിവിടെ ടച്ച് സെൻസേഴ്സിൻ്റെയൊക്കെ പ്രിഫറൻസും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഗെയിം ട്രിഗേഴ്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് BGMIയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ സൈഡ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ Android 12 ഇല്ല എന്നുള്ളത് ഒരു ഡൗൺ സൈഡായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം 2022 കഴിഞ്ഞ വർഷം ഇറങ്ങിയ ROG 5-ലും Android 11 ആയിരുന്നു. ഇപ്പോൾ നമുക്ക് Android 12 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ സൈഡ് പറയുകയാണെങ്കിൽ. ഇനി ഇതിനകത്ത് ആർമറി ക്രേറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നമ്മൾ ASUSൻ്റെ ROG ലാപ്ടോപ്സൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ആർമറി ക്രേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ CPU യൂസേജ്, GP യൂസേജ്, അതേപോലെ സിസ്റ്റം ടെമ്പറേച്ചർ, റിമൈനിങ് ടൈം, ബാറ്ററീൻ്റെ സ്റ്റോറേജ്, മെമ്മറി എത്ര യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കാം. നമ്മുടെ 8GB റാമും 128GB സ്റ്റോറേജ് വേരിയൻ്റാണ്. പിന്നെ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. X മോഡ് എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് മോഡാണ്, പക്ഷേ ബാറ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഫുൾ ഹൈ പെർഫോമൻസ് ആണ്. ഡൈനാമിക് മോഡ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഡെയിലി യൂസിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യും. അൾട്രാ ഡ്യൂറബിൾ മോഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഗെയിമിങ്ങിനല്ല. അപ്പോൾ അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് പിന്നെ അഡ്വാൻസ് മോഡിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സിസ്റ്റം ലൈറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ROG ലൈറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലേ, ഇതാണ് ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ലൈറ്റിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രീൻ ലൈറ്റാണ്. അതേപോലെ എനിക്ക് ബ്ലൂ ലൈറ്റ് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ബ്ലൂ ലൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലിങ്ക് ചെയ്യണം. അപ്പോൾ അതേപോലെ ഈ ലൈറ്റിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് സിങ്ക്രണൈസ് ചെയ്യാം. അതേപോലെ അഡ്വാൻസ് സെറ്റിംഗ് പോയി കഴിഞ്ഞാൽ സിങ്ക് വിത്ത് ഫോൺ, അപ്പോൾ ഫോണിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് സിങ്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യാം. അതേപോലെ X മോഡിക്ക് പോകുമ്പോൾ, പിന്നെ സ്ക്രീൻ ഓൺ ടൈമിൽ പോകുമ്പോൾ സ്ക്രീൻ ഓഫിൽ ബ്രീത്തിങ് ഏതാ വേണ്ടതെന്നുള്ളത്, അങ്ങനെ ഓരോന്നും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ബൂട്ടപ്പിൽ വേണമെങ്കിൽ ഇൻകമിങ് കോളിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോഗോ ബ്ലിങ്കിങ് ആണ് വേണ്ടതെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. പിന്നെ നമുക്ക് X മോഡ് ഉണ്ട്. X മോഡിലേക്കുള്ള വരാനുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ ഇവിടെ താഴെ സ്ക്വീസ് ചെയ്താൽ X മോഡിലേക്ക് വരും. ഇപ്പോൾ ഞാൻ മോഡിൽ കണ്ടില്ലേ X മോഡല്ല, ഞാൻ സ്ക്വീസ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം.
ഇവിടെയാണ് സ്ക്വീസ് ചെയ്യുന്നത്. സ്ക്വീസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലേ 2 ലൈറ്റോട് വരും. ഇപ്പോൾ ഇവിടെ എക്സ് മോഡ് ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ഉണ്ടോ എക്സ് മോഡിലേക്ക് പോയി. ഇപ്പോൾ എക്സ് മോഡാണ് ഓൺ ആയിരിക്കുന്നത്. ഇവിടെ എക്സ് മോഡ് കാണാം. അതേപോലെ ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മോഡ് ഓഫ് ആവും. ഈ 2 ഇതിൽ സ്ക്വീസ് ജെസ്റ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ക്വീസ് ജെസ്റ്റേഴ്സ് വരുമ്പോൾ എക്സ് മോഡ് നമുക്ക് ഉണ്ട് അവിടെ എക്സ് മോഡ് എനേബിൾ ചെയ്യും. പിന്നെ വേറെ തീമുണ്ട് എക്സ് മോഡിൻ്റെ, ഞാനത് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ അത് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എക്സ് മോഡ് എന്ന് പറഞ്ഞാൽ ഗെയിമേഴ്സിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിമൈസ്ഡ് മോഡാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ROG ലോഗോയും നമുക്ക് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇതാണ് എക്സ് മോഡിൻ്റെ കാര്യം പറയുമെങ്കിൽ. ഇനി ഇത് ആർമറി ക്രിയേറ്റും അത് പറഞ്ഞു. ഞാൻ ക്യാമറയിലേക്ക് വരാം. ക്യാമറ നമുക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ്, അൾട്രാ വൈഡും ഉണ്ട്. അതേപോലെ നമുക്കൊരു മാക്രോ സെൻസർ ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഫുൾ HD ഉണ്ട്, 4K ഉണ്ട്, 8K ഉണ്ട്, 4K 60 FPS ഉണ്ട്, 8K ഉണ്ട്. പിന്നെ അതേപോലെ ഫുൾ HDയും 2 ഫോർമാറ്റും വരുന്നുണ്ട്, 60 30 FPS വരുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് എടുത്ത് റെഗുലർ പോർട്രേറ്റ്, പാനറോമ, പിന്നെ മോഡ് പോയി കഴിഞ്ഞാൽ അഡീഷണൽ മാക്രോ മോഡും നൈറ്റ് മോഡും പ്രോ വീഡിയോ മോഡും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. സെൽഫി ക്യാമറയാണ് 24 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. ഓൾദോ ഇതൊരു ഗെയിമേഴ്സ് ഫോൺ ആണെങ്കിലും ക്യാമറയ്ക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ക്യാമറ എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ക്യാമറാസും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ASUS ROG Phone 5s നടത്തെ ക്യാമറ സാമ്പിൾസ്. ഇനി നമുക്ക് എയർ ട്രിഗേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് BGMI ഗെയിം എടുക്കാം. അപ്പോൾ ഇവിടെ BGMI ഗെയിമിൽ ഇപ്പോൾ നമുക്കിവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ട്രിഗേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ കണ്ടില്ല എയർ ട്രിഗേഴ്സ് കാണാം. അപ്പോൾ എയർ ട്രിഗേഴ്സ് എനിക്ക് കോൺഫിഗർ ചെയ്യാം എവിടെ വേണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ റൈറ്റ് ട്രിഗർ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ലെഫ്റ്റ് ട്രിഗർ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കോൺഫിഗർ ചെയ്യാം. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ വെറുതെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഫയർ ചെയ്യാനാണെങ്കിൽ ഇവിടെ കൺട്രോൾ സെറ്റ് ചെയ്യാം. അത് ഞാൻ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ എയർ ട്രിഗേഴ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ എങ്ങനെ ഈ ട്രിഗേഴ്സ് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ട്രിഗേഴ്സ് വെച്ച് കൺട്രോൾ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ സ്കോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ എയർ ട്രിഗേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫയർ ചെയ്യണമെങ്കിൽ എയർ ട്രിഗേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കണ്ടല്ലോ എയർ ട്രിഗേഴ്സ് എടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് ഫയറിങ്ങിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ സ്കോപ്പിലേക്ക് വേണമെങ്കിൽ എനിക്ക് അതും വയ്ക്കാം. അപ്പോൾ വേണ്ടില്ല ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് വീണ്ടും ഫയറിങ്ങിലാണ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഏത് കൺട്രോൾ വേണോ അതിൻ്റെ മുകളിലേക്ക് കൊണ്ട് വെക്കുക. അതാണ് ഇതിന് ഇത്. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചു. ഇനി അൾട്രാസോണിക് പറ്റി അതേപോലെ മോഷൻ കൺട്രോൾ ഉണ്ട്. ഇങ്ങനെയുള്ള മോഷൻ കൺട്രോൾസ് ഉണ്ട്. കൂളർ ബട്ടൺ നമ്മുടെ കയ്യിലില്ല, അപ്പോൾ അത് കാരണം പറയാൻ പറ്റില്ല. അപ്പോൾ അൾട്രാസോണിക് ട്രിഗേഴ്സ് ഉണ്ടല്ലോ, ഇതാണ് അൾട്രാസോണിക് ട്രിഗേഴ്സ്. 2 എണ്ണമാണ്. ടാപ്പും അതേപോലെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻ ഡ്യുവൽ പാർട്ടീഷൻ, ഇതിന് 2 ആക്കാം നമുക്ക് വേണമെങ്കിൽ. അതേപോലെ ഇതിനെയും നമുക്ക് 2 ആക്കി ഡ്യുവൽ പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ അഡ്വാൻസ് ഗെയിമിംഗ് കൺട്രോളാണ്. ടച്ച് 2ലും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക എയർ ട്രിഗേഴ്സ് എന്ന് പറയാവുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലേ എനിക്ക് ഇവിടുന്ന് ഉണ്ടോ, ഞാനിപ്പോൾ സ്ക്രീനിൽ തൊടുന്നില്ല, പക്ഷേ എയർ ട്രിഗേഴ്സ് തൊടുമ്പോൾ ഇത് കണ്ടില്ല ഇവിടെ ആ ബ്ലൂടൂത്ത്. അതേപോലെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കോപ്പാണ് വരുന്നത് കണ്ടോ, ഇവിടെ എയർ ട്രിഗേഴ്സ് ആണ്. അപ്പോൾ അതാണ് ഈ എയർ ട്രിഗേഴ്സിൻ്റെ ഗുണം. നമുക്ക് ആക്ച്വലി നല്ല കൺട്രോൾസ് കിട്ടും. അപ്പോൾ സ്ക്രീനിൽ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. അതേപോലെ എയർ ട്രിഗേഴ്സ് നമുക്ക് 4 ആക്കി ഡിവൈഡും ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 ആക്കിയുള്ള ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോണിൻ്റെ ഒരു ഗുണം എന്ന് പറയാവുന്നത്. നമുക്ക് കൺട്രോൾസ് എളുപ്പത്തിൽ കിട്ടും എന്നുള്ളതാണ്. കണ്ടില്ലേ, അപ്പോൾ ഞാൻ സ്ക്രീനിൽ തൊടാതെ തന്നെയാണ് ഫയർ ചെയ്യുന്നത്, കംപ്ലീറ്റ് ഇത് വെച്ചാണ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എയർ ട്രിഗേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് എയർ ട്രിഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ ഇതിനകത്ത് വരുന്ന ബാറ്ററീൻ്റെ കാര്യം, ഇതിനകത്ത് വരുന്നത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഡുവൽ ബാറ്ററിയാണ്, അതായത് 3000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഹൈലി ഡ്യൂറബിൾ ബാറ്ററിയാണ്. അതേപോലെ ചാർജിങ്ങും 65 വാട്ട് ചാർജർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണിന് എപ്പോഴും വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ASUS ROG Phone 5s ഒരു അൺബോക്സിങ്. നമ്മളൊരു ക്വിക്ക് ഹാൻഡ്സ് ഓണും അതേപോലെ എയർ ട്രിഗേഴ്സും നമ്മൾ
എന്താ പറയുക ആർമറി ക്രിയേറ്റ് ആപ്ലിക്കേഷൻ എല്ലാം തന്നെ നമ്മളൊരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് അറിയത്തില്ല, അനൗൺസ് ചെയ്തിട്ടില്ല. എന്താണെങ്കിലും ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എന്താ പറയുക ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം, അനൗൺസ് ചെയ്യാം. പ്രോബ്ലി സെയിം പ്രൈസിങ് ആവാനാ ചാൻസ്. ഇതിൻ്റെ 3-4 ഡിഫറൻസസ് എന്താ വെച്ചാൽ, ഒന്ന് ക്വാൾകോമിൻ്റെ 888+ ചിപ്പ് സെറ്റാണ് വരുന്നത്, അത് ക്ലോക്ക് സ്പീഡ് ഇംപ്രൂവ്ഡ് ആണ്. അതേപോലെ ഇത് 360 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ലേറ്റൻസിയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 24.3 24 ആയിട്ട് മില്ലി സെക്കൻഡ് ആയിട്ട് ലേറ്റൻസി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം തികച്ചും ഒരു ഗെയിമേഴ്സ് പാരഡൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനുള്ള ഏറ്റവും മികച്ച ആസ്പെക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ നല്ല ഔട്ട്പുട്ടാണ്, ആക്ച്വലി വളരെ മികച്ച ഔട്ട്പുട്ടാണ് വരുന്നത്. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത്രയും നല്ല ഒരു ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്യുന്നത്. പിന്നെ 5G ഉണ്ട്, ഡ്യുവൽ 5G ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ASUS ROG Phone 5s അൺബോക്സിംഗ് ആൻഡ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.